എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ മിക്ക വീഡിയോകളും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും മഹാഭാരതത്തിലെ ആദിപർവത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കഥകളും ക്രമമായി ചെയ്തവയാണ്. ശന്തനു മഹാരാജാവിന്റെ ജനനത്തിന് ആസ്പദമായ കഥ മുതൽ അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർ രക്ഷപ്പെട്ടത് വരെയാണ് ഇതുവരെ പറഞ്ഞു നിർത്തിയത്. എന്നാൽ ഈ വീഡിയോ അത്തരത്തിലുള്ളൊരു കഥയല്ല. ദ്രോണരുടെ പ്രതികാരവും പാണ്ഡവ കൗരവ കുമാരന്മാരുടെ ശിക്ഷണവും എന്ന വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള വ്യക്തതയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ പ്രേരണയായത് ആ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ചില കമന്റുകളായിരുന്നു. ആദ്യ കമന്റ്: വ്യാസ മഹാഭാരത പറയൂ, നീ പറഞ്ഞത് മുഴുവൻ വ്യാസ മഹാഭാരത അല്ല. അടുത്തത്: കർണനെ കുറിച്ച് പറഞ്ഞത് ശരിയല്ല. കർണൻ ദ്രോണരുടെ ശിഷ്യനല്ലല്ലോ, പരശുരാമന്റെ ശിഷ്യനല്ലേ. സൂതപുത്രനെ ദ്രോണർ ഒഴിവാക്കിയതല്ലേ. രണ്ടിനുമുള്ള മറുപടിയായി പറയട്ടെ, ഞങ്ങൾ മഹാഭാരത വീഡിയോകൾ ഇതുവരെ ചെയ്തത് ഏതെങ്കിലും സിനിമയോ സീരിയലോ ചിത്രകഥയോ ആസ്പദമാക്കിയല്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന മലയാളത്തിലെ അത്യാവശ്യം ആധികാരികമായ തർജിമ ഗ്രന്ഥം വായിച്ചിട്ട് തന്നെയാണ്. ഇത് എഴുതിയിരിക്കുന്നത് സ്വാമി മൃഡാനന്ദയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാമകൃഷ്ണ മഠവുമാണ്. ഇതുപോലെയുള്ള ഒരുപാട് സംസ്കൃത ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളയാളാണ് സ്വാമി മൃഡാനന്ദ. എന്തുതന്നെയായാലും നിശ്ചിത സമയത്തിനുള്ളിൽ കഥ മുഴുവനും പറയുവാനായി ഞങ്ങളെല്ലാം ചുരുക്കി വിവരിക്കാറുണ്ട്. എങ്കിലും ഒന്നും തന്നെ ഇതിൽ പറഞ്ഞതിൽ നിന്നും മാറ്റി പറയാറില്ല. ഇനി വേദവ്യാസന്റെ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ മൃഡാനന്ദ സ്വാമി ആദിപർവത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. 100,000-ൽ പരം ശ്ലോകങ്ങളുള്ള ഈ മഹാഗ്രന്ഥം അതിന്റെ മഹത്വം കൊണ്ട് തന്നെ അത്ഭുതമായിരിക്കുന്നു. സംസ്കൃത ഭാഷയിലാണെന്നുള്ളത് മറ്റൊരു വിഷമം. അതുകൊണ്ട് പ്രധാന തത്വങ്ങളൊന്നും വിട്ടുപോകാതെ അതിന്റെ ഒരു സാരാംശം മലയാള ഭാഷയിൽ ഉണ്ടാകുന്നത് സാധാരണക്കാർക്ക് സഹായകരമാകുമെന്ന വിചാരമാണ് ഇതെഴുതുവാൻ പ്രചോദകമായത്. ഇനി വേദവ്യാസന്റെ മഹാഭാരതം. വേദവ്യാസൻ എങ്ങനെയാണ് ഭാരതകഥ എഴുതിയതെന്നും അത് എങ്ങനെയാണ് സാധാരണ മനുഷ്യരിലേക്ക് എത്തിയത് എന്നും ആദിപർവത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. വ്യാസമഹർഷി തന്റെ തപശക്തി കൊണ്ട് മഹത്തായ വേദത്തെ 4ആയി വ്യസിച്ചു. ശേഷം മഹാഭാരതം എന്ന ഇതിഹാസം രചിക്കുവാൻ തീർച്ചപ്പെടുത്തി. പിന്നെ തന്റെ മനസ്സിലുണ്ടായ ആ മഹത്തായ ഇതിഹാസം എങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമെന്നോർത്ത് മുനി ചിന്താമഗ്നനായി. അദ്ദേഹത്തിന്റെ വിഷമമറിഞ്ഞ് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇതിഹാസം ഒരു ഗ്രന്ഥമായി രചിക്കുവാൻ ഗണേശനെ സ്മരിക്കുവാൻ നിർദ്ദേശിച്ചു. വ്യാസമഹർഷി ഗണപതിയെ ധ്യാനിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനായ ഗണപതി ആ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ താനാകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകങ്ങൾ ഗണേശൻ ഗ്രന്ഥമായി എഴുതി. ഗ്രന്ഥനിർമ്മാണത്തിന് ശേഷം അത് വ്യാസമഹർഷി തന്റെ ശിഷ്യനായ വൈശമ്പായനനെ പഠിപ്പിച്ചു. ഭാരത സംഹിത 60 ലക്ഷം ശ്ലോകങ്ങളായാണ് രചിക്കപ്പെട്ടതെന്നും അതിലെ 1,00,000 ശ്ലോകങ്ങളാണ് വ്യാസശിഷ്യനായ വൈശമ്പായനൻ ഭൂമിയിൽ മനുഷ്യർക്കായി പ്രചരിപ്പിച്ചതെന്നും ആദിപർവത്തിൽ തന്നെ പറയുന്നുണ്ട്. അർജുനന്റെ പൗത്രനായ പരീക്ഷിത് രാജാവിന്റെ പുത്രനായ ജനമേജയൻ ഒരു സർപ്പസത്രം നടത്തുകയും അവിടെ എത്തിച്ചേർന്ന വ്യാസശിഷ്യൻ വൈശമ്പായനൻ തനിക്ക് ഗുരു പറഞ്ഞു തന്ന മഹാഭാരത കഥ മുഴുവനും അവിടെയുള്ളവർക്ക് വേണ്ടി വിസ്തരിച്ചു പറയുകയും ചെയ്തു. വൈശമ്പായനിൽ നിന്നും മഹാഭാരത കഥ ശ്രവിച്ചവരുടെ കൂട്ടത്തിൽ ഉഗ്രസവസ് എന്നു പേരായ ഒരു സൂതനും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മുഴുവനും കേട്ടുപഠിച്ചു. പിന്നീട് നൈമിഷാരണ്യത്തിൽ അതിന്റെ കുലപതിയായ ശൗനകൻ 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുകയുണ്ടായി. അവിടെ അനേകം താപസന്മാരും മഹർഷിമാരും സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവിടേക്ക് ഉഗ്രസ്രവസും കയറി ചെന്നു. അദ്ദേഹത്തോട് എല്ലാവരും അങ്ങ് എവിടെ നിന്നുമാണ് ഇപ്പോൾ വരുന്നതെന്ന് ചോദിച്ചു. താൻ ജനമേജയന്റെ സർപ്പസത്രത്തിലായിരുന്നുവെന്നും അവിടെ വെച്ച് വൈശമ്പായനൻ വിസ്തരിച്ചു പറഞ്ഞു തന്ന മഹാഭാരത കഥ കേട്ടുവരികയാണെന്നും ഉഗ്രസ്രവസ് അവരോട് മറുപടി പറഞ്ഞു. അത് കേട്ട മഹർഷിമാരെല്ലാം അങ്ങനെയാണെങ്കിൽ ആ മഹാഭാരത കഥ തങ്ങൾക്കും കൂടി പറഞ്ഞു തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അങ്ങനെ വൈശമ്പായനൻ പറഞ്ഞുകൊടുത്ത കഥയായാണ് മഹാഭാരതത്തെ ഉഗ്രസ്രവസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത്. ജനമേജയന്റെ സർപ്പസത്രത്തിൽ വേദവ്യാസനും ഉണ്ടായിരുന്നുവെന്നും വേദവ്യാസൻ തന്നെയാണ് തന്റെ ശിഷ്യനായ വൈശമ്പായനനോട് എല്ലാവർക്കും കഥ വിവരിച്ചു കൊടുക്കുവാൻ പറഞ്ഞതെന്നും ആദിപർവത്തിൽ പറയുന്നുണ്ട്. വേദവ്യാസൻ 100 പർവ്വങ്ങളായാണ് മഹാഭാരതം വിവരിച്ചതെന്നും എന്നാൽ ഉഗ്രസ്രവസ് നൈമിഷാരണ്യത്തിൽ വെച്ച് അതിനെ 18 പർവ്വങ്ങളായി സംഗ്രഹിച്ചതാണെന്നും കൂടി ആദിപർവത്തിൽ വിവരിക്കുന്നുണ്ട്. ആദിപർവം, സഭാപർവം, അരണ്യപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം,
ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനപർവം, സ്വർഗാരോഹണപർവം എന്നിങ്ങനെയാണ് ആ 18 പർവങ്ങൾ. ഈ പർവങ്ങളാണ് പിന്നീട് എല്ലാവരിലും എത്തിയതും നാനാഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടതും. ഞങ്ങളും ഓരോ പർവങ്ങളിലെ കഥകൾ തന്നെയാണ് ക്രമമായി ഓരോ വീഡിയോകളിലും പറയുന്നത്. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. മഹാഭാരതത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേദവ്യാസൻ രചിച്ച മഹാകാവ്യത്തിൽ എത്ര ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നത്. ഇതിനെക്കുറിച്ച് മൃഡാനന്ദ സ്വാമി ആദ്യ പർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭാരത സംഹിത 60 ലക്ഷം ശ്ലോകങ്ങളിലാണ് രചിച്ചത്. അതിൽ 30 ലക്ഷം നാരദൻ ദേവന്മാർക്കും 15 ലക്ഷം ദേവലൻ പിതൃക്കൾക്കും 14 ലക്ഷം ശുഗൻ ഗന്ധർവന്മാർക്കും നൽകിയെന്നും പറയുന്നു. ബാക്കിയുള്ള 1 ലക്ഷം ശ്ലോകങ്ങളാണ് വ്യാസശിഷ്യനായ വൈശമ്പായനൻ ഭൂമിയിൽ മനുഷ്യർക്കായി പ്രചരിപ്പിച്ചത്. എങ്കിലും ഞങ്ങളിതൊന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കി. ആദ്യം വന്ന ഉത്തരം താഴെ കാണുന്ന പ്രകാരം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. അതിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഇന്ന് കാണുന്നതല്ല വേദവ്യാസൻ രചിച്ച മഹാഭാരതം. അദ്ദേഹം അത് രചിച്ചപ്പോൾ ആകെ 8800 ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ജയ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ശേഷം അദ്ദേഹം അത് ശിഷ്യനായ വൈശമ്പായനനെ പഠിപ്പിച്ചു. വൈശമ്പായനൻ അത് ജനമേജയന്റെ സർപ്പസത്രത്തിൽ വന്ന് വിവരിച്ചപ്പോൾ അത് 24,000 ശ്ലോകങ്ങളായി. അതിനെ ഭാരത എന്ന് വിളിക്കപ്പെട്ടു. പിന്നീട് അവിടെ നിന്നും അത് കേട്ട് പഠിച്ച ഉഗ്രശ്രവസ് നൈമിഷാരണ്യത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ശ്ലോകങ്ങൾ 1,00,000 അതിനെയാണ് മഹാഭാരതം എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. അതാണ് ഇന്ന് എല്ലാവരുടെയും കൈകളിലുള്ള ഗ്രന്ഥം. ഇത് വായിച്ച ശേഷം ഞങ്ങൾ പിന്നെയും ഒരുപാട് വെബ്സൈറ്റുകളിൽ ഇതിനെപ്പറ്റി തിരഞ്ഞു നോക്കി. പിന്നീട് മിക്കവയിലും കണ്ടത് മൃഡാനന്ദ സ്വാമി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അതിലൊന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 8800 കുറിച്ചും 24,000 കുറിച്ചും പറയുന്നത് വേറെ രീതിയിലാണ്. വേദവ്യാസൻ തന്റെ ഇതിഹാസം താൻ പറയുന്നത് പ്രകാരം ഗ്രന്ഥമാക്കി എഴുതുവാൻ ഗണപതിയോട് പറഞ്ഞു. ഒരു വ്യവസ്ഥയുടെ പുറത്ത് ഗണപതി അതിന് സമ്മതിച്ചു. വ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് നിർത്തിയാൽ താൻ എഴുത്തുമതിയാക്കി പോകുന്നതായിരിക്കും. ഇത് കേട്ട വേദവ്യാസൻ ഒരു നിബന്ധന അങ്ങോട്ടും വച്ചു. താൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷമേ അങ്ങെഴുതാവൂ. അർത്ഥമറിയാതെ ഒന്നും എഴുതരുത്. അത് ഗണേശനും സമ്മതിച്ചു. അങ്ങനെ എഴുത്തു തുടങ്ങി. ഇടയ്ക്ക് ഗണേശനെ ഒന്ന് കുഴപ്പിക്കാൻ വ്യാസമഹർഷി അതികഠിനമായ ശ്ലോകങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കി വരുമ്പോഴേക്കും മഹർഷി അടുത്ത ശ്ലോകം ചൊല്ലും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഹാഭാരതത്തിൽ അതികഠിനമായ ചില ശ്ലോകങ്ങൾ വന്നു. ആ ശ്ലോകങ്ങളുടെ എണ്ണമാണ് 8800. അത്ര കഠിനമല്ലാത്ത എന്നാൽ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പിന്നെയൊരു 24,000 ശ്ലോകങ്ങൾ കൂടെ കൂട്ടത്തിലുണ്ട്. പിന്നെ സാധാരണമായ വേറെയും ശ്ലോകങ്ങൾ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മൃഡാനന്ദ സ്വാമി പറഞ്ഞത് തന്നെയാണ് വിശ്വാസയോഗ്യമായി തോന്നിയത്. എന്തു തന്നെയായാലും ഉഗ്രശ്രവസ് വിവരിച്ച മഹാഭാരത കഥയിൽ 1,00,000 ശ്ലോകങ്ങൾ തന്നെയാണെന്നാണ് ഒരുവിധം എല്ലായിടത്തും കാണുവാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് തന്നെയാണ് ഇന്ന് കാണുന്ന മഹാഭാരതം വന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇത്രയുമാണ് വേദവ്യാസന്റെ മഹാഭാരതത്തെക്കുറിച്ചും ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഗ്രന്ഥത്തെക്കുറിച്ചും പറയുവാനുള്ളത്. ഇനി കർണനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. കർണനെക്കുറിച്ച് ആദിപർവത്തിൽ ആദ്യമായി പറയുന്നത് കുന്തിയുടെ കഥയോടൊപ്പമാണ്. ആദിത്യൻ കുന്തിദേവിക്ക് ഒരു പുത്രനെ നൽകി വാനിലേക്ക് തന്നെ പോയി. സൂര്യന്റെ അനുഗ്രഹം കൊണ്ട് തന്റെ കന്യകാത്വത്തിന് ഹാനി സംഭവിച്ചില്ലെങ്കിലും ഉണ്ണി പിറന്നപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചനയായി. അപവാദ ഭയം നിമിത്തം അവൾ രഹസ്യമായി ആ കുട്ടിയെ പുഴയിൽ ഒഴുക്കിവിട്ടു. വെള്ളത്തിൽ ഒഴുകി വരുന്ന കുട്ടിയെ ഒരു സൂതൻ കണ്ടെടുത്ത് തന്റെ ഭാര്യയായ രാധയ്ക്ക് കൊടുത്തു. രാധേയനായി വളർന്നു വന്ന ആ കുട്ടിയാണ് പ്രസിദ്ധനായ കർണൻ. ദാനശീലനായ കർണൻ ഒരിക്കൽ ജന്മസിദ്ധവും ഉജ്ജ്വലവുമായ കവച കുണ്ടലങ്ങൾ കൂടി ദാനം ചെയ്ത് ദേവേന്ദ്രനിൽ നിന്നും ശത്രു സംഹാരകവും അമോഘവുമായ ഒരു വേൽ നേടുകയുണ്ടായി. ഇങ്ങനെയാണ് കർണനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദ്രോണാചാര്യർ കുമാരന്മാരെ അസ്ത്രവിദ്യകൾ പഠിപ്പിക്കുന്ന ഇടത്താണ്. ദ്രോണർ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും പല വിധത്തിലുള്ള അസ്ത്രവിദ്യകളും പഠിപ്പിച്ചു. ദ്രോണരുടെ അധ്യാപന നൈപുണ്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ് അസ്ത്രവിദ്യ പഠിക്കുവാൻ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാർ അവിടെ വന്നു ചേർന്നു.
സൂതപുത്രനായ വസുഷേണനും ആ കളരിയിൽ ചെന്ന് ആയുധവിദ്യ അഭ്യസിച്ചു. എല്ലാവരും ഒരുപോലെ പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാറ്റിലും ഒന്നാമനായി നിന്നത് അർജുനൻ തന്നെയായിരുന്നു. പിന്നെ കർണനെ കുറിച്ച് പറയുന്നത് കുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രകടന സമയത്താണ്. ആ സമയത്ത് ജന്മസിദ്ധമായ ഉജ്ജ്വല കവചം ധരിച്ച് കർണഭൂഷണങ്ങൾ അണിഞ്ഞ് അമ്പും വില്ലും ധരിച്ച് മഹാകായനായ ഒരു യുവാവ് അപ്രതീക്ഷിതമായി രംഗത്ത് പ്രവേശിച്ച് സദസ്സിനെ ഒന്ന് അവലോകനം ചെയ്തു. ഇടിവെട്ടുന്ന രീതിയിലുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു: അർജുനൻ ഇവിടെ കാണിച്ച അഭ്യാസങ്ങളൊന്നും അത്ര കാര്യമായിട്ടുള്ളതല്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട അഭ്യാസങ്ങൾ ഞാനിവിടെ കാണിക്കാം. ശേഷമുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ദ്രോണർക്കുള്ള ഗുരുദക്ഷിണയ്ക്കായി ദ്രുപദനെ ആക്രമിക്കുവാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നയിടത്താണ് കർണനെ കുറിച്ച് പറയുന്നത്. ദുര്യോധനൻ, കർണൻ മുതലായവരെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി പോകുന്നത് കണ്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാം അല്പം പുറകോട്ട് നിന്നു. ശേഷം പറയുന്നത് ദുര്യോധനനും കർണനുമടങ്ങിയ ആ സഖ്യം ദ്രുപദനോട് പരാജയപ്പെട്ടു എന്നുമാണ്. കർണനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെയുള്ള ആദിപർവത്തിലെ അധ്യായങ്ങളിൽ ഞങ്ങളും പറഞ്ഞത്. ഇത് കണ്ട മിക്കവരിലും ഉണ്ടാകുന്നത് ഈ സംശയങ്ങളാണെന്ന് മനസ്സിലായി. 1. കർണൻ ദ്രോണരുടെ ശിഷ്യനായിരുന്നു. ദ്രോണർ കർണനെ സൂതപുത്രൻ എന്ന പേരിൽ അവഗണിക്കുകയായിരുന്നില്ലേ? കർണനെ അസ്ത്രാഭ്യാസം പരിശീലിപ്പിച്ചത് പരശുരാമനല്ലേ? ദ്രുപദനെ പരാജയപ്പെടുത്തുവാൻ അതിശക്തനായ കർണനെ കൊണ്ട് സാധിച്ചില്ലേ? ഇതിനെക്കുറിച്ച് മൃഡാനന്ദ സ്വാമികൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒന്ന് ഗൂഗിളിൽ കൂടി ഇത് തിരഞ്ഞു നോക്കി. ഈയൊരു വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പൊതുവേയുള്ള ധാരണ കർണനെ അദ്ദേഹം സൂതപുത്രനായതിന്റെ പേരിൽ ദ്രോണാചാര്യർ തന്റെ ശിഷ്യനാക്കിയില്ല എന്നതാണ്. ഇതിനെക്കുറിച്ച് വ്യാസമഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ശേഷം ഒരു ശ്ലോകവും അതിന് തർജ്ജിമയും കൊടുത്തിരിക്കുന്നു. കർണൻ ദ്രോണാചാര്യരുടെ ശിഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ദുര്യോധനനോടൊപ്പം ചേർന്ന് പാണ്ഡവരെ പലപ്പോഴും അപമാനിച്ചിരുന്നുവെന്നും പറയുന്നു. പിന്നീട് ഗുരുദക്ഷിണയ്ക്കായുള്ള യുദ്ധത്തിന്റെ സമയത്തും കർണൻ ദുര്യോധനനോടൊപ്പം ദ്രുപദനെ ആക്രമിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇത്രയും വിവരണങ്ങളിൽ നിന്നും കർണൻ ദ്രോണാചാര്യന്റെ ശിഷ്യനായിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് കുണ്ടലഹരണ പർവ്വത്തിൽ കർണൻ തന്നെ സൂര്യദേവനോട് പറയുന്ന ശ്ലോകങ്ങളാണ്. അതിന്റെ തർജ്ജിമ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹേ ദേവ, എൻ്റെ അടുത്ത് അസ്ത്രങ്ങളുടെ മഹത്തായ ശക്തിയുണ്ട്. അങ്ങേക്കറിയാമല്ലോ, എനിക്ക് ജമദഗ്ന മുനിയുടെ പുത്രനായ പരശുരാമനിൽ നിന്നും പിന്നെ മഹാനായ ദ്രോണാചാര്യനിൽ നിന്നും ശിക്ഷണം ലഭിച്ചിട്ടുള്ളതാണ്. ഇനി കാണിച്ചിട്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് കർണൻ ദ്രോണാചാര്യരുടെ ആശ്രമത്തിൽ നിന്നും പോകുവാനുള്ള കാരണമാണ്. കർണൻ ദ്രോണാചാര്യരോട് തനിക്ക് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു തരുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ആചാര്യൻ അത് നിഷേധിക്കുന്നു. കാരണം കർണൻ ബ്രഹ്മാസ്ത്രവിദ്യ ആവശ്യപ്പെട്ടത് കേവലം അർജുനനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. പിന്നീടാണ് കർണൻ പരശുരാമനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായത്. ഇതിൽ നിന്നും സൂതപുത്രനായതിന്റെ പേരിൽ ദ്രോണർ കർണനെ വിദ്യ അഭ്യസിപ്പിക്കാതിരിക്കുകയോ തന്റെ കളരിയിൽ നിന്നും പുറത്താക്കുകയോ ചെയ്തിട്ടില്ല എന്നു തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. കർണന്റെ പേരിനൊപ്പം പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള വിശേഷണമാണ് സൂതപുത്രൻ എന്നത്. ആരാണ് ഈ സൂതന്മാർ എന്നതിനെക്കുറിച്ചും ആദിപർവത്തിൽ പറയുന്നുണ്ട്. പലർക്കും അറിയാവുന്നത് സൂതന്മാർ എന്ന് വെച്ചാൽ തേരാളികൾ എന്ന് മാത്രമായിരിക്കും. ക്ഷത്രിയർക്ക് ബ്രാഹ്മണ സ്ത്രീകളിലോ വൈശ്യർക്ക് ക്ഷത്രിയ സ്ത്രീകളിലോ ജനിച്ചിട്ടുള്ളവരെയാണ് സൂതന്മാർ എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാന തൊഴിൽ രാജാവിന്റെ തേരു തളിക്കുക എന്നത് മാത്രമല്ല, പകരം യാഗങ്ങളും സത്രങ്ങളും നടക്കുന്ന ഇടങ്ങളിൽ സംസ്കൃതത്തിലുള്ള ഇതിഹാസങ്ങൾ പാടി നടക്കുക എന്നതുകൂടിയാണ്. ആയതിനാൽ അവരെ അതീവ ജ്ഞാനികളായി തന്നെ കാണാവുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉഗ്രസ്രവസ്. ജന്മം കൊണ്ട് സൂതനായ അദ്ദേഹമാണല്ലോ വൈശമ്പായനിൽ നിന്നും കേട്ടുപഠിച്ച മഹാഭാരത കാവ്യം നൈമിശാരണ്യത്തിൽ വന്ന് എല്ലാവർക്കും പറഞ്ഞുകൊടുത്തത്. ഞങ്ങളുടെ വീഡിയോകൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സന്ദർശിക്കുമല്ലോ. വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.